Ignite Physics. Concept to Clarity. നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയമാണ് കേട്ടോ. വെള്ളത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന എന്നാൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ചില അത്ഭുത ശക്തികളെക്കുറിച്ചുള്ള ഈ പുതിയ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലിക്വിഡ് പ്രഷർ അഥവാ ദ്രാവകമർദ്ദത്തെക്കുറിച്ചാണ്. ഭൗതികശാസ്ത്രത്തിലെ ശരിക്കും വളരെ രസകരമായൊരു വിഷയമാണിത്. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു അക്വേറിയത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കുമിളകൾ താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അവയുടെ വലുപ്പം അങ്ങനെ കൂടി വരുന്നത്? അതുപോലെ ഈ വലിയ ഡാമുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അവയുടെ താഴത്തെ ഭാഗത്തിന് മുകളിലെത്തിയതിനേക്കാൾ വല്ലാത്തൊരു വീതി കൂടുതലായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഈ രണ്ട് ചോദ്യങ്ങൾക്കും പിന്നിൽ ഒരൊറ്റ രസകരമായ സയൻസ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോ ഈ രഹസ്യങ്ങളിലേക്കെല്ലാം എത്തുന്നതിന് മുൻപ് ദ ഫോഴ്സ് ഓഫ് ഫ്ലൂയിഡ്സ് അഥവാ ദ്രാവകങ്ങളുടെ ശക്തി എന്ന ആദ്യ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ദ്രാവകങ്ങൾ എങ്ങനെയാണ് എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഈ രണ്ട് പ്രധാന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ: ത്രസ്റ്റ്, പിന്നെ ലിക്വിഡ് പ്രഷർ. എന്താണ് ഈ ത്രസ്റ്റ്? ഒരു ദ്രാവകം ലംബമായി, അതായത് നോർമലായി പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ത്രസ്റ്റ് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ലിക്വിഡ് പ്രഷർ അഥവാ ദ്രാവകമർദ്ദം. സത്യത്തിൽ ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മൊത്തം അന്വേഷണത്തിന്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്: സോളിഡ്സ് അഥവാ ഖരപദാർത്ഥങ്ങൾ. അവയുടെ ഭാരം കാരണം താഴേക്ക് മാത്രമാണ് മർദ്ദം പ്രയോഗിക്കുന്നത് എന്ന്. എന്നാൽ ദ്രാവകങ്ങളുടെ കാര്യം വരുമ്പോൾ അതങ്ങനെയല്ല കേട്ടോ. ദ്രാവകങ്ങളും തീർച്ചയായും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്, പക്ഷേ താഴേക്ക് മാത്രമല്ല, അവ ഇരിക്കുന്ന പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും അവ ഒരേ സമയം മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. അതായത് എങ്ങോട്ടും തള്ളാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ശക്തിയാണ് ദ്രാവകങ്ങൾക്കുള്ളത്. ശരി, ദ്രാവകങ്ങൾ മർദ്ദം പ്രയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇതെങ്ങനെ അളക്കും? അവിടെയാണ് നമ്മുടെ പ്രഷർ ഡിറ്റക്റ്റീവായ മാനോമീറ്റർ വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഉപകരണം. കാഴ്ചയിൽ വളരെ സിമ്പിളാണ്. ഒരു യു ആകൃതിയിലുള്ള ട്യൂബും അതിൻ്റെ ഒരു അറ്റത്തൊരു ഫണലും ആ ഫണലിൻ്റെ വായ്ഭാഗത്തൊരു ബലൂൺ ഡയഫ്രവും ഘടിപ്പിച്ച ലളിതമായൊരു സെറ്റപ്പാണിത്. ഇതിലെ ട്യൂബിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ടാവും. ദ്രാവകങ്ങളുടെ മർദ്ദം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള വഴികളിൽ ഒന്നാണിത്. ഇതൊന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആ ഫണലിലെ ബലൂണിൽ ചെറുതായി ഒന്ന് അമർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ അമർത്തുമ്പോഴുണ്ടാകുന്ന മർദ്ദം നേരെ ആ ട്യൂബിലൂടെ സഞ്ചരിക്കും. എന്നിട്ടോ ട്യൂബിലെ വെള്ളത്തിന്റെ ലെവലിൽ ചെറിയൊരു വ്യത്യാസമുണ്ടാക്കുകയും ചെയ്യും. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പ്രഷറിനെ കൺമുന്നിൽ കാണാൻ കഴിയുന്ന അളവുകളാക്കി മാറ്റുകയാണ് ശരിക്കും ഈ മാനോമീറ്റർ ചെയ്യുന്നത്. ഈ വ്യത്യാസം നോക്കി നമുക്ക് മർദ്ദം കൃത്യമായി അളക്കാം. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ആഴത്തിലിറങ്ങാം. അതായത് ആഴവും പ്രഷറും. ഒരു ദ്രാവകത്തിന്റെ ആഴവും അത് പ്രയോഗിക്കുന്ന മർദ്ദവും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് നമുക്കൊന്നൊരു സിമ്പിൾ പരീക്ഷണത്തിലൂടെ പരിശോധിക്കാം. വളരെ രസകരമായ ഈ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ വിവിധ ഭാഗങ്ങളിലായി ദ്വാരങ്ങളിട്ട് അതിൽ വെള്ളം നിറയ്ക്കുകയാണ്. ഇനി ഈ ദ്വാരങ്ങൾ തുറക്കുമ്പോൾ വെള്ളം എത്ര ദൂരത്തേക്കാണ് തെറിച്ചു വീഴുന്നത് എന്ന് നോക്കിയേ. ഏറ്റവും താഴെയുള്ള ദ്വാരത്തിൽ നിന്നാണ് വെള്ളം ഏറ്റവും ശക്തിയായി കൂടുതൽ ദൂരേക്ക് തെറിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും അതിന്റെ മർദ്ദവും കൂടുന്നു എന്നതാണ് ഈ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊന്ന് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു സ്വിമ്മിംഗ് പൂളിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. നിങ്ങളൊരു സ്വിമ്മിംഗ് പൂളിന്റെ മുകൾ ഭാഗത്താണ് നീന്തുന്നതെങ്കിൽ നിങ്ങളുടെ മുകളിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മർദ്ദവും സ്വാഭാവികമായും കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ പൂളിന്റെ ഏറ്റവും താഴെയാണ് നീന്തുന്നതെങ്കിലോ നിങ്ങളുടെ മുകളിലുള്ള ആ മൊത്തം വെള്ളത്തിന്റെയും ഭാരം നിങ്ങളുടെ മേൽ ഒരു വലിയ മർദ്ദമായി അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് പ്രധാന പോയിന്റ്. ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദവും വർദ്ധിക്കുന്നു. ഇത് മറക്കരുത്. ഇനി ആഴം മാത്രമല്ല കേട്ടോ ലിക്വിഡ് പ്രഷറിനെ സ്വാധീനിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്: ഡെൻസിറ്റി അഥവാ സാന്ദ്രതയും മർദ്ദവും തമ്മിലുള്ള ബന്ധം. ഇതിനായി നമുക്ക് രണ്ട് ദ്രാവകങ്ങളെ ഒന്ന് താരതമ്യം ചെയ്യാം. ഒന്നാമത്തേത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചവെള്ളം. രണ്ടാമത്തേത് ഉപ്പുവെള്ളം അഥവാ സലൈൻ വാട്ടർ. ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് സാധാരണ വെള്ളത്തേക്കാൾ സാന്ദ്രത, അതായത് ഡെൻസിറ്റി കൂടുതലുള്ളത് ഉപ്പുവെള്ളത്തിനാണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മാനോമീറ്റർ ഈ രണ്ട് ദ്രാവകങ്ങളിലും ഒരേ ആഴത്തിൽ മുക്കിവയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രണ്ടിൽ ഏത് ദ്രാവകത്തിലായിരിക്കും മാനോമീറ്ററിലെ വെള്ളത്തിന്റെ ലെവൽ കൂടുതൽ വ്യത്യാസപ്പെടുക? അതായത് ഏതിലായിരിക്കും പ്രഷർ കൂടുതൽ കാണിക്കുക?
നിങ്ങളുടെ ഉത്തരം ഉപ്പുവെള്ളം എന്നാണെങ്കിൽ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഉപ്പുവെള്ളത്തിലാണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെടുക. കാരണം വളരെ വ്യക്തമാണ്, ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. ഒരു ദ്രാവകത്തിന്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ അത് പ്രയോഗിക്കുന്ന മർദ്ദവും വർദ്ധിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? അപ്പോൾ ആഴവും പ്രധാനമാണ്, സാന്ദ്രതയും പ്രധാനമാണ്. ശരി, അപ്പോൾ ആഴം, സാന്ദ്രത എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പുതിയ അറിവ് വെച്ച് നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ തുടക്കത്തിൽ ചോദിച്ച ആ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊന്ന് കണ്ടുപിടിച്ചാലോ? യഥാർത്ഥ ലോകത്ത് ഈ പ്രതിഭാസം എങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചോദിച്ച ആ കുമിളകളുടെ കാര്യം തന്നെ എടുക്കാം. വെള്ളത്തിന്റെ അടിത്തട്ടിൽ രൂപപ്പെടുന്ന കുമിളകൾ മുകളിലേക്ക് വരുംതോറും വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും. ഏറ്റവും താഴെ ആഴം കൂടുതലായതിനാൽ വെള്ളത്തിന്റെ മർദ്ദം വളരെ കൂടുതലായിരിക്കുമല്ലോ. അത് ആ കുമിളയെ ചെറുതാക്കി നിർത്തുന്നു. എന്നാൽ കുമിള മുകളിലേക്ക് വരുംതോറും ആഴം കുറയുന്നു, അതിനൊപ്പം മർദ്ദവും കുറയുന്നു. ചുറ്റുമുള്ള മർദ്ദം അങ്ങനെ കുറയുമ്പോൾ സ്വാഭാവികമായും ആ കുമിള പതിയെ വികസിച്ച് വലുതാകുന്നു. എത്ര ലളിതമാണല്ലേ ആ സയൻസ്! ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, എഞ്ചിനീയർമാർ വലിയ ഡാമുകൾ നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ടാണ് താഴത്തെ ഭാഗത്തിന് ഇത്രയധികം വീതി കൊടുക്കുന്നത്? ഇതിന്റെ ഉത്തരവും നമ്മൾ പഠിച്ച ആഴവും പ്രഷറും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെയുണ്ട്. ഡാമിന്റെ ഏറ്റവും താഴെയാണ് വെള്ളത്തിന്റെ ആഴം പരമാവധിയുള്ളത്. ആഴം കൂടിയാൽ മർദ്ദവും കൂടും. ആ വമ്പൻ മർദ്ദത്തെ തകർന്നു പോകാതെ താങ്ങി നിർത്തണമെങ്കിൽ ഡാമിന്റെ അടിത്തറയ്ക്ക് വളരെ വലിയ വീതിയും ബലവും തീർച്ചയായും ഉണ്ടായിരിക്കണം. ഫിസിക്സിലെ ഈയൊരു ചെറിയ തത്വം മനസ്സിലാക്കിയാണ് ഇത്രയും വലിയ നിർമ്മിതികൾ പോലും ഡിസൈൻ ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത ഈ ദ്രാവകമർദ്ദം എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടും പ്രവർത്തിക്കുന്നതെന്ന് ഇന്നത്തെ ഈയൊരു സെഷനിലൂടെ നിങ്ങൾക്ക് കൃത്യമായും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് തരാം. ഈ ലിക്വിഡ് പ്രഷർ അഥവാ ദ്രാവകമർദ്ദം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വേറെ എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത്? ഒന്ന് ചുറ്റും നിരീക്ഷിച്ചു നോക്കൂ. ഭൗതികശാസ്ത്രം എപ്പോഴും നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു രസകരമായ വിഷയമായി നമുക്ക് വീണ്ടും കാണാം.